ഇന്നിതാ ഒരു എലൻ കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു ഡെനിമിൻ്റെ ഒരു ജീനിൻ്റെ ഒരു തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനിതാ ഏത് മോഡലാണ് വേണ്ടത് വെച്ചാൽ മോഡലെല്ലാം വരച്ച് വെച്ചു. അതിൻ്റെ അളവും കറക്റ്റ് അളവും എല്ലാം എഴുതി വെച്ചതിന് ശേഷം വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ തുടങ്ങുക കേട്ടോ തുണിയിൽ. അപ്പോൾ ഇത് നേരെ പകുതിയായിട്ട് മടക്കി വെച്ചതാണ്. ഇത് ഞാൻ 1 മീറ്റർ എടുത്തിട്ടുള്ള ഡബിൾ വീതിയുള്ള തുണിയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വീതി ഇങ്ങനെയാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്. നോക്കിയേ, ഫുൾ ലെങ്ത്ത് ഞാൻ 32ആണ്. 32ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടക്കം 33 ഇഞ്ചാണ് കേട്ടോ താഴെ അടയാളപ്പെടുത്തുന്നത്. ഞാൻ അടുത്തേണ്ട വീതിയാണ്. വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് റൗണ്ടില്ലേ, വേസ്റ്റ് റൗണ്ടിൻ്റെ നേരെ ഇരട്ടി നമുക്കെടുക്കാം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വേസ്റ്റ് റൗണ്ടും അതിൻ്റെ കൂടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും കുറച്ച് കുറവും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് അളവെടുത്ത് കഴിഞ്ഞാൽ ഡ്രസ്സ് കുറച്ചൊരു ഭംഗി കുറയും കേട്ടോ. അപ്പോൾ അത്രയും നമ്മളിതിൽ താഴെ വീതി എടുക്കും. അപ്പോൾ ഞാൻ ഇതാ ഏകദേശം ഒരു പീസിൽ എത്രയാണ് വേണ്ടത് ഏകദേശം മാർക്ക് ചെയ്തതിന് ശേഷം ഇതാ നേരെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ മടക്കിയിട്ടില്ല മാർക്ക് ചെയ്യാൻ, നെക്കും എല്ലാം തന്നെ നമ്മൾ മടക്കിയിട്ടില്ല മാർക്ക് ചെയ്യൽ. നിങ്ങൾക്കറിയില്ല മടക്കാൻ. ഇപ്പോൾ ഞാൻ ഇതാ 2 തുണി ഒപ്പരം ഒരുമിച്ചിട്ടാണ് ഇത് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 പീസാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് കറക്റ്റ് അളവുകളെല്ലാം തന്നെ കറക്റ്റ് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതൊരു 8 വയസ്സുള്ളൊരു കുട്ടിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെലിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ കുട്ടിക്ക് ഇപ്പോൾ 8 വയസ്സായാലും അപ്പോൾ ഓരോരോ മക്കൾ ഓരോരോ കുളത്തിലല്ലേ ഉണ്ടാവുക. ചില കുട്ടികൾ തടിച്ചിട്ടുണ്ടാവും, ചില കുട്ടികൾ മെലിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെ അളവെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പ് മാത്രം നിങ്ങൾ എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. ഈ ഒരു അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ശരിയാവണമെന്നില്ല. ഇനിയിപ്പോൾ ഇതാ ഷോൾഡർ ഒരു 6 ഇഞ്ച്. 6 ഇഞ്ച് എങ്ങനെയാണ് വന്നു വെച്ചാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 വശമാണ് കേട്ടോ ഷോൾഡർ എടുക്കുന്നത്. ഇത് വിത്ത് സ്ലീവ് വരുന്നതായതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്ത് പിന്നെ 2 ഇഞ്ച് കൈക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഇതാ ആം ഹോൾ താഴോട്ടേക്ക് വീണ്ടും ഇതാ 6 ഇഞ്ചാണ് കേട്ടോ താഴോട്ടേക്കും കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി ഒന്ന് താഴ്ത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എന്താ പറയുക ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ടൊന്ന് കട്ട് ചെയ്യൂലേ. അപ്പോൾ അന്നേരം മേലയിൽ 1/2 ഇഞ്ച് പോകും. അന്നേരം ആ താഴെ 1/2 ഇഞ്ച് താഴെ കിട്ടും. ഇനി നമുക്ക് വേണ്ട ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഇപ്പോൾ 4 വശം എന്ന് വെച്ചാൽ 6 തന്നെയാണ്. അപ്പോൾ ഷോൾഡർ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 വശമല്ലേ എടുത്തത്. അതുപോലത്തെ ചെസ്റ്റ് റൗണ്ടും 6 തന്നെ. അതിൻ്റെ കൂടെ ലൂസായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടി ഞാൻ ഇവിടെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേലിൽ 2 ഇഞ്ചല്ല എടുത്തത്, ഇവിടെ 1.5 ഇഞ്ച്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വിത്ത് സ്ലീവ് വരുന്നതിൽ 2 ഇഞ്ചിൽ കൂടുതൽ എടുത്തതിനാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു അളവ് 2, അതിൽ കുറച്ച് കുറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എത്രയാണോ മേലിൽ എടുക്കുക അതിലൊരു 1/2 ഇഞ്ച് താഴെ കുറച്ചിട്ട് വേണം എടുക്കാൻ. പിന്നെ ഇതാ വേസ്റ്റ് ലെങ്ത്ത് ഒരു 11 ഇഞ്ചും അതിന് കൂടെ വേസ്റ്റ് റൗണ്ട് വിടാം ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ ഇതാ വേസ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ 4 വശമാണ് 5.5 ഇഞ്ച്. ഇതിപ്പോൾ നമ്മളിപ്പോൾ 4ആയിട്ട് മടക്കിയിട്ടല്ലേ ഉള്ളത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ ലൂസും കൂടിയും കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമുക്ക് താവിലാണ് കേട്ടോ ഇനി അടയാളപ്പെടുത്താം. ഇതാ വേസ്റ്റ് റൗണ്ട് എത്രയാണ് ഒരു 5.5 ഇഞ്ചല്ലേ. 5.5 അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു 4 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രേ എടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ 5.5യും കൂടി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അതിൽ കൂടരുത് കേട്ടോ. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ മേലോട്ടേക്ക് ഒരു 1.5 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് 1.5 ഇഞ്ച് അത്ര നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ മേലോട്ടേക്ക്. ഇനി ഇതാ കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് റൗണ്ടും വേസ്റ്റ് റൗണ്ടും തമ്മിൽ യോജിപ്പിക്കുക. പിന്നെ ഇനി അടുത്ത താഴെ ഇതില്ലേ താഴെയുള്ള റൗണ്ട് അവിടത്തേക്ക് നമ്മളിതാ സ്ട്രൈറ്റ് ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്ച്ച് കിട്ടേണ്ട അളവാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കൊടുക്കുന്നത് നമ്മൾ ഇനി അത് മടക്കി അടിക്കേണ്ടതും കൂട്ടിയിട്ടാണ് കേട്ടോ അടിയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 1/2 ഇഞ്ച് കറക്റ്റ് മടക്കി അടിക്കേണ്ടത് 1/2 ഇഞ്ച് മാത്രം മതി. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കുറയും. അതുകൊണ്ടാണ് കറക്റ്റ് 1/2 ഇഞ്ച് മാത്രം കൊടുക്കുന്നത്. അപ്പോൾ കൈയിൻ്റെ അവിടെ നിങ്ങൾ നോക്കിയേ, കൈയിൻ്റെ അവിടെ കോർണർ ആയിട്ടല്ല വന്നിട്ടുള്ളത്. അത് നമ്മൾ ചെറുങ്ങനെ ഒന്ന് കേവാക്കി കൊടുക്കുക കേട്ടോ അവിടെ കൈയിലേക്ക്. അപ്പോൾ ബാക്കി സൈഡിലെല്ലാം നമ്മളിപ്പോൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം അതൊക്കെ കൈക്ക് 1/2 ഇഞ്ച് കൊടുത്തിട്ടില്ലേ എന്നുള്ള. കൈക്ക് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ എടുത്തേരം ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് എന്നിട്ട് കൊടുത്തിട്ടില്ലേ, അത് നമുക്ക് അവിടെ തെറ്റൊക്കെ കിട്ടും കേട്ടോ. അവിടെ നമ്മളൊരു 1/2 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ട വെച്ചതാ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് ഒന്ന് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ കൈൻ്റെ അവിടെ വന്നിട്ടില്ലേ 2 ഇഞ്ച് അവിടെ താഴെ, അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ അടയാളപ്പെടുത്തിയിട്ടില്ല. അവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചും അതേപോലെ ലെങ്ത്ത് ഒരു 4 ഇഞ്ചുമാണ് കേട്ടോ കൊടുക്കുന്നത്. അതേപോലെ ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു 2 ഇഞ്ച് തന്നെ കൊടുക്കാം. അങ്ങനെ നെക്കും അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇപ്പോൾ നെക്കൊന്ന് കേവാക്കി കൊടുക്കണം. അതേപോലെ ഷോൾഡർ ഒന്ന് ചെറിയ സ്ലോപ്പ് വരഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മുഴുവൻ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് അയച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. ഇതാ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം തന്നെ ഒരു കേവാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എത്ര സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ. കുർത്തിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്ച്ചെടുക്കാനും പറ്റും. അതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ വരയുന്നത് മാത്രം ഒന്ന് അളവെടുത്തിട്ട് ആ അളവ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നും വേണ്ടിയില്ല. തയ്ക്കാൻ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് തയ്ച്ചിട്ട് കൈമെടുക്കാം. നോക്കിയേ. ഇനി നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല, ഒരു 1/2 ഇഞ്ച്, അത് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ആകെ ഇതേ ഉള്ളൂ കട്ടിങ്. നമ്മളിപ്പോൾ ഒരു ഫ്രോക്കെല്ലാം ചെയ്യുന്നേരം എന്താ വെച്ചാൽ അതിൻ്റെ ബോഡി പാർട്ട് വേറെ, സ്കേർട്ട് പാർട്ട് വേറെ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ സിമ്പിളും അതുപോലെ കുട്ടികൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇതിപ്പോൾ ഞാനിപ്പോൾ ജീനിൻ്റെ ഒരു തുണിയിൽ, അപ്പോൾ അല്ലാത്തൊരു കോട്ടൻ്റെ ക്ലോത്തിലെല്ലാം നമ്മളിത് ഈ ഒരു രീതിയിൽ കുർത്ത സ്റ്റിച്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരു ജീനിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. കുറച്ച് നേരം നമ്മൾ മോഡലെല്ലാം ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നെക്കും കൂടി നമുക്ക് കട്ട് ചെയ്ത്, ആദ്യം ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ തുണി മാറ്റിയതിന് ശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പറയുകയാണ്, ഇതൊരു 8 വയസ്സുള്ള കുട്ടീനെ ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങളുടെ മക്കളുടെ അളവ് നിങ്ങൾ എടുത്തിട്ട് തന്നെ നിങ്ങളൊന്ന് തയ്ക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഈ ഒരു അളവിലെടുത്തിട്ട് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് തയ്ച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് മക്കൾക്ക് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതൊരു വിഷമമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് മാറ്റി മാറ്റി പറയുന്നത്. അപ്പോൾ എത്ര തയ്യൽ തുമ്പ് വേണ്ടേ അത് കറക്റ്റ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. നിങ്ങളുടെ മക്കളായി ഡ്രസ്സ് വെച്ചിട്ട് അളവെടുക്കുക, എന്നിട്ട് തയ്യൽ തുമ്പ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. നോക്കിയേ. ഇനി ഞാൻ വിചാരിച്ച് ഇതിനൊരു സിബ് വെച്ച് കൊടുക്കാം ഫ്രണ്ടിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള തന്നെ ഒരു ടോപ്പാണ് കേട്ടോ ഇത്. സിബും അതേപോലെ താഴെ ഒരു കട്ടും കൂടിയും കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ സിബിൻ്റെത് ഞാൻ ഇത് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്യാണ്. പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഇത് വിശദമായിട്ട് തന്നെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിപ്പോൾ മാർക്ക് ചെയ്തിട്ട് ഇതിനുള്ള പീസ് വേണ്ടേ. അപ്പോൾ എത്രയാണോ നമുക്കിപ്പോൾ ഇതിന് പീസുകൾ നമുക്ക് എക്സ്ട്രാ വേണ്ടത്, എക്സ്ട്രാ തുണി വേണ്ട ഓരോ പീസായിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ തന്നെ നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നേരം പെട്ടെന്ന് കഴിയും കേട്ടോ. എല്ലാ പീസ് അരിയത്ത് വെച്ച് അത്യാവശ്യം വേണ്ട പീസ് മാത്രം അരിയത്ത് വെച്ചതിന് ശേഷം വേഗം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമല്ലോ. അല്ലാണ്ട് നമ്മളിപ്പോൾ നെക്കിന് വേണോ അപ്പോൾ അതിന് കട്ട് ചെയ്യാൻ പോയി അതിൽ കുറേ ടൈം കൂടുതലെടുക്കും. അപ്പോൾ താഴെ ഞാൻ ഓപ്പൺ ആക്കുന്നില്ലേ, അതൊരു 8 ഇഞ്ചാണ് കേട്ടോ ഒരു ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വേണ്ട പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2.5 ഇഞ്ചാണ് വീതി എടുക്കുന്നത്. അപ്പോൾ സിബ് എത്രയാണോ അതിൻ്റെ 1-1.5 ഇഞ്ച് കൂടുതലായിട്ട് നമ്മൾ കട്ട് ചെയ്യുക തുണി. അപ്പോൾ തുണി കൂടുതലായിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പറയാം. അപ്പോൾ താഴെ തന്നെ 8 ഇഞ്ച്, അപ്പോൾ 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1-1.5 ഇഞ്ച് കൂടുതൽ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഞാൻ കറക്റ്റ് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് വെറും കട്ടിങ് വീഡിയോ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റേ വീഡിയോയും കൂടി എന്തായാലും നിർബന്ധമായും കാണണേ. പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. നല്ല സപ്പോർട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഓരോരോ വാക്കുകളും നമുക്കിപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഓരോ പ്രചോദനമാണ്. ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട വെച്ചാൽ ഞാൻ വിചാരിച്ചു കൈക്ക് ഒരു പീസ് എക്സ്ട്രാ കൊടുക്കാമെന്ന്. കൈക്ക് ഇങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് മടക്കിയിടുന്നൊരു പീസായിട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ആദ്യം കൈൻ്റെ അളവ് എത്രയാണ്, ഇതിപ്പോൾ രണ്ടിലൊരു വശമല്ലേ വരൂ, അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടിയിട്ട്. അപ്പോൾ അതേപോലെ രണ്ടായി മടക്കിയതിന് ശേഷം അളവ് നോക്കുക. അത് കറക്റ്റ് എത്രയാണോ വരുന്നത് അതേ അളവെടുത്തിട്ട് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു 2.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അതിൽ 2.5-3 ഇഞ്ചോളം എടുത്താലും പ്രശ്നമില്ല. 2 ഇഞ്ച് എടുക്കരുത്, അന്നേരം ചെറുതായി പോലെ. ഇത് ഫ്രണ്ടിൽ കാണുന്ന രീതിയിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കിയേ, ഒരു 2.5 ഇഞ്ചിൽ വെച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. സ്റ്റിച്ചിങ്ങുമായിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ നെക്കിന് വേണ്ട ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതും കൂടി കട്ട് ചെയ്തെടുക്കുക. ഒരു 3 പീസ് മതിയാവും, എന്താ വെച്ചാൽ ചെറിയ നെക്കല്ലേ. അപ്പം ഇനി എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കണം കേട്ടോ. എൻ്റെ വീഡിയോയിൽ അപ്പം എന്നുള്ള വേർഡ് കുറേ കൂടുതലാണ്. അപ്പോൾ ഞാൻ സോറി, ഞാൻ സംസാരിക്കുന്നേരം അറിയാതെ വന്നു പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ലാസ്റ്റ് ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഒരു എന്താ പറയുക കുർത്തി എല്ലാവർക്കും ഇഷ്ടമായിക്കണ്ട, ഒന്ന് ലൈക്ക് അടിക്കണം. ഇനി ഒരു ചെറിയ ലൈസെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കേട്ടോ.
ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.